whenever we are writing a loop inside another loop, right? So what we'll be doing is we are nesting loops. We'll be doing one loop or iteration inside another iteration. അതിനെയാണ് നമ്മൾ ഈ ഇന്നർ ലൂപ്പ് ഈ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ നെസ്റ്റിംഗ് വരുന്ന സമയത്ത് നമ്മൾ ഔട്ടറിൽ കൊടുക്കുന്ന ലൂപ്പാണ് ഔട്ടർ ലൂപ്പ്, ഇന്നറിൽ പറയുന്നത് ഇന്നർ ലൂപ്പ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫോർ ലൂപ്പ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഫോർ I equal to 0, I less than n, I plus plus. ഈ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. Thus I'll be giving another loop for j equal to 0, j less than I, j plus plus. And inside this loop I'll be giving some statement. Okay, some statements I'll be giving. So this loop is called inner loop. And this one is called the outer loop. Okay, so how this is working is, first this inner loop will be completed. Okay, ആദ്യം എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂഷൻ വരുമ്പോൾ ആദ്യം ഇത് വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഫോർ സ്റ്റേറ്റ്മെന്റിലാണ്. ഫോർ സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് ഫസ്റ്റ് ഇറ്റ് വിൽ ബി ഇനിഷ്യലൈസിങ് ഐ വാല്യൂ ഓഫ് ഐ വിത്ത് 0. അപ്പൊ ഇവിടെ നമുക്ക് ഐയുടെ വാല്യൂ എന്തായി മാറുന്നു, 0 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ചെക്കിംഗ് ഫോർ ദ കണ്ടീഷൻ ഐ ലെസ് ദാൻ n. If this condition is true, then what happens, it will enter into this particular loop, right? So whenever it is entering into this loop, there is another loop. Okay, another for loop. So ഇവിടെ എന്ത് സംഭവിക്കും, again I 0 ആയി നിന്നുകൊണ്ട് j യുടെ വാല്യൂ എന്താവുന്നു, j will become as 0. Then again it will check whether j less than I. If j less than I, it will execute this particular statement. Okay, so after executing this statement, j will be incremented. So j now becomes 1. Again this will check for j less than I or not. Again condition true ആണെങ്കിൽ this statement will be executed or this loop will be executed. Okay, then whenever this condition fails, inner loop condition fail ആവുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ഇത് ഇവിടുന്ന് ഔട്ട് ആവുകയാണ് അല്ലെ. ഈ ഒരു ലൂപ്പിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് അത് നേരെ ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് ഏത് ലൂപ്പാണ്, ഔട്ടർ ലൂപ്പാണ്. സോ ഔട്ടർ ലൂപ്പിന്റെ ഈ എൻഡിങ് എത്തുന്ന സമയത്ത് ഇനി എന്തായിരിക്കും സംഭവിക്കുക, I will be incremented. So now I becomes 1. Okay, I 1 ആയതിനു ശേഷം വീണ്ടും ഐയുടെ വാല്യൂ n-നേക്കാൾ ലെസ് ആണോ നോക്കുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ again it will enter into this particular loop and again j will become as 0. Okay, again j will be incremented and this particular loop will be doing. So this inner loop will be performed how many times, j less than I, right? So ഇത് അത് അത്രയും സമയം ഇതിന്റെ ബോഡി എക്സിക്യൂട്ട് ആവും. അതോടൊപ്പം തന്നെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആവുന്നത് ഐ ലെസ് ദാൻ n കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന അത്രയും ടൈംസ് ആയിരിക്കും. അതായത് n നമ്പർ ഓഫ് ടൈംസ് ദിസ് ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. അപ്പൊ നമുക്ക് ഒരു ഐട്രേഷനെ തന്നെ ഒന്നിലധികം തവണ വീണ്ടും റിപ്പീറ്റഡ്ലി ചെയ്യിപ്പിക്കാനാണ് നമ്മളിങ്ങനെ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് യൂസ് ചെയ്യുന്നത്. ആദ്യം നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺ പ്രിന്റിംഗ് ആണ്. അപ്പോൾ പലതരത്തിലുള്ള പാറ്റേൺസ് ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ സി പ്രോഗ്രാമിൽ പ്രിന്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഐ വിൽ ബി ടേക്കിംഗ് എ പാറ്റേൺ ലൈക്ക് ദിസ്, സ്റ്റാർ 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 സ്റ്റാർ. സോ പിരമിഡ് ഓഫ് സ്റ്റാർട്ട്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേൺ നമ്മൾ പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. സോ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഫസ്റ്റ് റോയില് ഒരു സിമ്പല്, സെക്കൻഡ് റോ വന്നപ്പോൾ 2 സിമ്പല്, തേർഡ് റോ വന്നപ്പോൾ 3 സിമ്പല്,
4th റോയില് 4 സിമ്പല്, 5th റോയില് 5 സിമ്പല്. ഓക്കെ, സോ ഫസ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു ഈസ്, അപ്പൊ ഇതിന്റെ ഈ ഒരു ലോജിക്ക് എങ്ങനെ വരും? നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഓരോ റോയിലും നമുക്ക് ആസ്ട്രിക്സ് അല്ലെങ്കിൽ ഈ ഒരു സിമ്പല് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോബ്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൂപ്പിനകത്ത് ഈ പ്രിന്റിങ്, അതായത് ഈ ഒരു സ്റ്റാറിന്റെ പ്രിന്റിംഗ് ആണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അത് എത്ര തവണ പ്രിന്റ് ചെയ്യണം അല്ലെങ്കിൽ എത്ര ലൈൻസിൽ പ്രിന്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന എന്തിന്റെ ബേസിസിലാണ്? നമ്പർ ഓഫ് ലൈൻസ് ടു ബി പ്രിന്റഡ്. നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത്. ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ആദ്യത്തെ റോയില് ഒരു സിമ്പല്, രണ്ടാമത്തെ റോയില് 2 സിമ്പല്, മൂന്നാമത്തെ റോയില് 3 സിമ്പല്. ദാറ്റ് മീൻസ് ith row contains I symbols ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. സോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്? എത്ര ലൈൻസ് ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ വി നീഡ് ദ നമ്പർ ഓഫ് ലൈൻസ്. അതിനെ ബേസ് ചെയ്തല്ലേ നമുക്ക് പ്രിന്റിംഗ് പറയാൻ പറ്റത്തുള്ളൂ. Okay, so what we have to input is number of lines. Based on this number of lines, we have to print this pattern. So how we have to print is, in the first line there should be only 1 star, second line there will be 2 stars, third line it will be 3 stars. Likewise it will be going. Okay, so in the ith row we need I symbols. We can print this pattern. അതാണ് ഇനി പറയാൻ പോകുന്നത്. സോ അപ്പം നമുക്ക് ഇതിനകത്ത് 2 കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു ഈസ്, in each and every line we have to print some symbol, this symbol. Okay, so ഈ സിമ്പൽ പ്രിന്റ് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടിയത്? we need a printf statement, right? so in printf statement we'll be giving a star. ഇങ്ങനെ ഒരു സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? it will print a star, right? നമുക്ക് വേണ്ടത് this should print I number of symbols, അല്ലേ? I number of symbols in a particular row. സോ അപ്പൊ നമ്മൾ ഒരു റോ ആദ്യം കൺസിഡർ ചെയ്യുക. സോ we need to print I times this particular star. So I times ഇതിനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? we have to use for statement, right? or any looping statement. Okay, so what we'll be doing is we'll be giving this printf statement inside a loop statement which is 4. ഇതിനകത്ത് നമ്മൾ j വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. j equal to 1, j less than equal to I. We need I's number of symbols, right? So 1 മുതൽ I വരെയുള്ള നമ്പർ ഓഫ് സിമ്പിൾസ് ആണ് നമുക്ക് വേണ്ടിയത്. സോ വി വിൽ ബി കൗണ്ടിങ് ഫ്രം 1 to I and വിൽ ബി ഇൻക്രിമെന്റിങ് j. ഇതിനകത്ത് ആക്ച്വലി എന്താണ് നടക്കുന്നത്? j 1 ആവുന്നു, j ലെസ് ദാൻ ഈക്വൽ ടു I ആണെങ്കിൽ സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നു. അഗെയിൻ j ഇൻക്രിമെന്റ് ആവുന്നു, j ലെസ് ദാൻ ഈക്വൽ ടു I ആണെങ്കിൽ സ്റ്റാർ പ്രിന്റ് ആവുന്നു. ഇതാണ് സംഭവിക്കുന്നത്, അല്ലെ? അപ്പൊ ഇനി കൺട്രോൾ ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഒരു ലൈനില് നമുക്ക് എത്ര ആസ്ട്രിക്സ് പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ്. 1 to I നമ്പർ ഓഫ് ആസ്ട്രിക്സ് പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ എഴുതിയത്. ഇനി ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്താണ്? എത്ര നമ്പർ ഓഫ് ലൈൻസ് വി ഹാവ് ടു പ്രിന്റ്, റൈറ്റ്? അല്ലേ? അപ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് ലൈൻസ് ആണോ വരേണ്ടത് അത്രയും നമ്പർ ഓഫ് ടൈംസ് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഫോർ ലൂപ്പിനെ വേറൊരു ഫോർ ലൂപ്പിനകത്തേക്ക് കൊടുത്താൽ മതി. സോ 4. ഇനി ഇവിടെ നമ്മൾ ലൈൻസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി I എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്യുന്നു. I ഈക്വൽ ടു 1 to n. സോറി, I ലെസ് ദാൻ ഈക്വൽ ടു n I പ്ലസ് പ്ലസ്. ഓക്കെ, ഇതാണ് അതിന്റെ മെയിൻ ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. n-ന് ഞാനിപ്പോ ഒരു 3 കൊടുത്തു എന്ന് വിചാരിക്കാം. n ഈക്വൽ ടു 3. സോ വി നീഡ് ടു പ്രിന്റ് 3 നമ്പർ ഓഫ് ലൈൻസ്.
So first I will be becoming as 1. I less than equal to n ആണല്ലോ, അതെ, it is less than 3. So it comes here, j becomes what? 1. J becomes 1 and j less than I. So it will print a star. Okay, so in our output we'll be getting a star. Okay, ഇനി എന്താണ് സംഭവിക്കുക? J will incremented. J എന്താവും? 1 ആവും. J 1 ആവുന്ന സമയത്ത് ഇൻക്രിമെന്റ് ചെയ്യുന്ന സമയത്ത് J will become as 2. ആദ്യം 1 ആയിരിക്കും, പിന്നെ J 2 ആവും. 2 ആവുന്ന സമയത്ത് J ലെസ് ദാൻ ഈക്വൽ ടു I അല്ല. J ലെസ് ദാൻ അല്ലാത്തത് കൊണ്ട് ഈ കണ്ടീഷൻ ഫോൾസ് ആയി അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് പുറത്താവുന്നു. പുറത്തായതിനു ശേഷം I increment ആവുന്നു. So I will become as 2. Then again J becomes 1 and another star will be printed. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താണ്? നമ്മൾ ഈ ലൈൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ കൊടുത്തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഈ പ്രിന്റ് ചെയ്യുന്ന സ്റ്റാർസ് എല്ലാം ഒരേ ലൈനിൽ തന്നെ ആയിരിക്കും വരുന്നത് അല്ലെ? അപ്പോൾ ഓരോ തവണയും ഓരോ ലൈൻസ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സ്ലാഷിൻ വേണം. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഈ ഒരു ഫോർ ലൂപ്പാണ് നമ്മൾ ഓരോ ലൈൻസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഓരോ ലൈനിൽ സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ. അപ്പോൾ ഓരോ തവണ നമ്മുടെ ഈ ഫോർ ലൂപ്പ്, ഇന്നർ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആവുമ്പോൾ എന്താണ്? ഒരു ലൈനിലെ printing കഴിഞ്ഞു എന്നുള്ളതാണ്. So after finishing this we can give another printf statement, printf /n, to go to next line. Okay, ഇനി നമുക്ക് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. I ലെസ് ദാൻ ഈക്വൽ ടു 3 ആണ്. അതുകൊണ്ട് നേരെ ഇവിടെ വന്നു. സോ ജെയുടെ വാല്യൂ 1 ആയി. ജെ ലെസ് ദാൻ ഈക്വൽ ടു I ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു സ്റ്റാർ പ്രിന്റ് ആവും. ദെൻ ജെ ബിക്കംസ് വാട്ട്? 2. ജെ 2 ആവുന്നു, പക്ഷേ ജെ ലെസ് ദാൻ ഈക്വൽ ടു I അല്ല. അതുകൊണ്ട് ഇവിടുന്ന് ഇത് എക്സിറ്റ് ചെയ്യും. എക്സിറ്റ് ചെയ്ത് ഇവിടെ വന്നു. സോ /n പ്രിന്റ് ചെയ്യും. /n പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗോ ഇൻ ടു നെക്സ്റ്റ് ലൈൻ. ഓക്കെ, ദെൻ ഇറ്റ് കംസ് ടു ദി ഔട്ടർ ലൂപ്പ്. ഔട്ടർ ലൂപ്പിൽ വരുന്നു. I increment ആവുന്നു. I will become as 2. Then again it will enter into here because 2 is less than equal to 3. So അപ്പോൾ ഇവിടെ വരും. So ജെയുടെ വാല്യൂ അഗെയിൻ എന്താവുന്നു? 1 ആവുന്നു. ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ജെ ലെസ് ദാൻ ഈക്വൽ ടു I. ജെ 1 ലെസ് ദാൻ ഈക്വൽ ടു 2 ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവിടെ അടുത്ത ലൈനിൽ ഓൾറെഡി നമ്മൾ ഒരു /n പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് അടുത്ത ലൈനിൽ ഇവിടെ ഒരു printf സ്റ്റേറ്റ്മെന്റ് symbol print ചെയ്യും. Then again j will be incremented. So j now becomes as 2. 2 ആവുന്നു. j less than equal to I. Okay, so ഇവിടെ j യും I യും ഈക്വൽ ആണ്. അപ്പൊ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് again it will print a star. Okay, then again ഇനി എന്ത് സംഭവിക്കും? ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ജെയുടെ വാല്യൂ 3 ആയിട്ട് മാറുന്നു. j becomes 3. അപ്പൊ ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആവും. കണ്ടീഷൻ ഫോൾസ് ആവുന്നതുകൊണ്ട് ഇവിടുന്ന് അത് എക്സിറ്റ് ആവും. സോ ഇറ്റ് കംസ് ഹിയർ. സോ /n വിൽ ബി പ്രിന്റഡ്. ഓക്കെ, അപ്പൊ അത് /n അടുത്ത ലൈൻ പ്രിന്റ് ചെയ്യാനായിട്ട് പോകുന്നു. ദെൻ അഗെയിൻ അത് ഔട്ടർ ലൂപ്പിലേക്ക് പോവും. ഔട്ടർ ലൂപ്പിൽ I പ്ലസ് പ്ലസ് ചെയ്തു അല്ലെ? അപ്പൊ ഐയുടെ വാല്യൂ എന്തായി മാറുന്നു? 3 ആയിട്ട് മാറുന്നു. ദെൻ അഗെയിൻ ഇൻസൈഡ് ദിസ് j becomes 1. j ലെസ് ദാൻ ഈക്വൽ ടു I ആണ്. ജെയുടെ വാല്യൂ 1 ആണ്. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. സോ അവിടെ വീണ്ടും ഇതാവുന്നു, കണ്ടീഷൻ ട്രൂ ആവുന്നു. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഇൻ ദ നെക്സ്റ്റ് ലൈൻ ഇറ്റ് വിൽ പ്രിന്റ് എ സ്റ്റാർ സൈൻ. അഗെയിൻ ജെ വിൽ ബി ഇൻക്രിമെന്റഡ്. ജെ ഇൻക്രിമെന്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ജെ ബിക്കംസ് 2. സോ അഗെയിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണ്. അതുകൊണ്ട് അഗെയിൻ ഇറ്റ് വിൽ പ്രിന്റ് എ സ്റ്റാർ. Okay, then again j will be incremented. So j becomes 3. Again the condition holds. j equal to I ആണ്. അതുകൊണ്ട് condition true ആണ്. Condition true ആയതുകൊണ്ട് again it will print a star. Okay, so now j becomes 4. j 4 ആയി കഴിയുമ്പോൾ ഇവിടെ condition false ആയി മാറി. അപ്പൊ ഇത് ഇവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് അടുത്ത /n പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി നിൽക്കുന്നു. Then again I will be incremented. I becomes as 4. I 4 ആയി മാറി. Then again it will go for the condition I less than equal to 3.
സോ കണ്ടീഷൻ ഫാൾസ്. അങ്ങനെ ഇതെന്ത് ചെയ്യും? ഇത് ഇവിടുന്ന് ക്വിറ്റാവും. ഓക്കെ, സോ അപ്പൊ ഈ n എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് ലൈൻസ് ആണ്, എത്ര ലൈൻസ് പ്രിന്റ് ചെയ്യണം എന്നുള്ളത്. സോ ദിസ് ഔട്ടർ ലൂപ്പ് വിൽ ബി കൺട്രോളിംഗ് ദ നമ്പർ ഓഫ് ലൈൻസ് ഇറ്റ് ഷുഡ് പ്രിന്റ്, and the inner loop will be doing the printing job for each and every lines. So how will you complete this program? First you have to write the what? Header, right? Header files inclusion. Then after that void main or int main, and inside that declaration statements. After that what you have to get it from the user. User in എന്താണ് നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്? Value of n. Okay, after reading the value of n only you can apply this. So in this particular loop we will be getting this particular pattern based on the number of lines we are giving. Okay, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ആസ്ട്രിക് ഈ ഒരു പാറ്റേൺ പ്രിന്റിങ്ങിൽ വരുന്നത്. ഇതുപോലെ നമുക്ക് പല പാറ്റേൺസും പ്രിന്റ് ചെയ്യാൻ പറ്റും. Okay, another one pattern is 1 1 2 1 2 3 1 2 3 4 1 2 3 4 5. ഇത് നിങ്ങൾ എങ്ങനെ പ്രിന്റ് ചെയ്യും? സെയിം ലോജിക് ആണ്. Instead of printing this star sign, what you have to print? You can print J. So ഇവിടെ inside this printf statement you can give %d, J. Okay, J കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെയായി മാറും. ഇനി അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് പല പല പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് പറയുന്നതെന്ന് വിചാരിക്കുക. Then ഇവിടെ നമുക്ക് ഐയോ ജെയോ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? കാരണം എന്താണ്? ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്, ജെയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പിന് പുറത്തായിട്ട് നമ്മളൊരു കൗണ്ട് എടുക്കുക. കൗണ്ട് ആദ്യം 1 ആക്കി വെക്കുക. എന്നിട്ട് ആ കൗണ്ടിനെ ഈ പ്രിന്റ്എഫിനകത്ത് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കൗണ്ടിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ തവണയും പ്രിന്റിങ് കഴിയുമ്പോൾ ആ കൗണ്ടിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വിൽ ബി ഗെറ്റിംഗ്